നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിക്രവും സജീവനും ജോസഫും ഒക്കെ അനിയൻകുട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വിക്രം എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം, കുറച്ച് പൈസ എടുത്ത് അനിയൻകുട്ടൻ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതിരിക്കട്ടെ എന്ന് പറയണം, കാരണം ഹോസ്പിറ്റൽ ചെലവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ സമയം അനിയൻകുട്ടൻ പറഞ്ഞു, എടാ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടോ വിക്രം നിന്നോടെന്ന് പറയും. എന്ത് കാര്യം, എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഈ പ്രശ്നം ഇവിടെ കൊണ്ട് അവസാനിക്കണം, ഇനി നീ ഇതുമായിട്ട് മുന്നോട്ട് പോവരുതെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അവസാനിപ്പിക്കണം. അതെ, കാരണം നിന്നെ കാത്ത് ഒരു പെൺകുട്ടി നിന്റെ വീട്ടിൽ ഇരിപ്പണമെന്നുള്ള ചിന്ത വേണം. പഴയതുപോലെ അല്ല വിക്രം, നിന്റെ കല്യാണം കഴിഞ്ഞു, അറിയാലോ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യും, ആ ഒരു ചിന്ത വേണമെന്ന് പറയണം. അതിന് വിക്രം ഒന്നും മറുപടി പറഞ്ഞില്ല. എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന്. പിന്നെ എന്നെ ഓർത്ത് നീ വിഷമിക്കണ്ട, ഞാനിവിടുന്ന് എഴുന്നേറ്റ് പോയാലും അറിയാലോ. വർക്ക്ഷോപ്പിൽ പോയി ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഒരു വണ്ടി എടുത്തിട്ട് ആ വണ്ടിയിൽ ഓട്ടോ വിൽപ്പന നടത്തും. അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. എടാ ഒരു ഓട്ടോ അടിക്കുവാണെങ്കിലേ ഇഷ്ടം പോലെ കമ്മീഷൻ കിട്ടും, നിനക്കറിയാലോ. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ജീവിച്ചാൽ മതി എന്ന് പറയണം. ഒരിടത്തിരുന്നുള്ള ജോലി ഒഴിവാക്കുകയും ചെയ്യാലോ എന്ന് പറയണം. അത് കേട്ടപ്പോൾ വിക്രത്തിന് ഭയങ്കര സങ്കടം വന്നു. ഈ സമയം അനിയകോട്ടൻ പറഞ്ഞു, എടാ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? എനിക്ക് നിന്റെ കാര്യത്തിൽ ഇപ്പോൾ ടെൻഷൻ, എനിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഇല്ല എന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയ്യോ എൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലമുറ ഇട്ടൊരു കരച്ചിൽ കേട്ടെ. പെട്ടെന്ന് തന്നെ വിക്രം ജോസഫ് എല്ലാവരും കൂടെ ഓടിച്ചെല്ലുവാണ്. ആ സമയത്ത് രണ്ടുപേര് വലിയവായി കിടന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഒരു സ്ട്രെച്ചറിന്റെ പിന്നാലെ ഓടുവാണ്. അപ്പൊ സ്ട്രെച്ചറിൽ അവിടെ മോളെ കിടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു നിമിഷം ഒന്ന് നോക്കി, എന്നിട്ട് വിക്രോടത്തെ ഇത് ബാലൻ സാറല്ലേന്ന് ഇങ്ങനെ ഓർക്കുവാണ്. പിന്നീട് അവരെന്ത് ചെയ്യുകയാണ്, ആ പെൺകുട്ടീനെ നേരെ ICUലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ്. വിക്രം പെട്ടെന്ന് ബാലൻ സാറിന്റെ അടുത്തേക്ക് വന്നു. ഈ സമയത്ത് ജോസഫ് സജീവനോട് പറഞ്ഞു, ഇതാരാന്ന് മനസ്സിലായോ? നേരത്തെ ഈസ്റ്റ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സാറായിരുന്നു, ഇപ്പൊ റിട്ടയർ ആയതാന്ന് പറയണം. ആ സമയം വിക്രം പെട്ടെന്ന് തന്നെ ബാലൻ സാറിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, സാറേ എന്ത് പറ്റിയതാ, മോൾക്ക് ഇത് എന്ത് പറ്റിയതാന്ന് ചോദിക്കുകയാണ്. ഒന്നും പറയാതെ അവിടെ നിന്ന് കരവേതെ, എന്താ സാറേ എന്ത് പറ്റിയൊന്നും പറ. അപ്പോഴേക്കും ബാലൻ സാറിന്റെ ഭാര്യ അവിടെ നിന്നിട്ട് പറഞ്ഞു, ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ, എൻ്റെ മോളുടെ ജീവന്, അവളുടെ ജീവനെങ്കിലും ഞങ്ങൾക്ക് തിരികെ കിട്ടിയാൽ മതി എന്ന് പറയണം. ഒന്നും മനസ്സിലായില്ല വിക്രത്തിന്. പിന്നീട് സാറിന്റെ അടുത്തിരുന്ന് സാറിനെ ഇങ്ങനെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. ആ സമയത്ത് അവിടെ നിന്ന് പൊട്ടിക്കരയാണ് ബാലൻ സാറ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല സാറേ, എന്തുണ്ടെങ്കിലും തുറന്നു പറയാന്ന് പറയാണ്. പിന്നീടാണ് ബാലൻ സാറ് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുവാണ്, എന്താ സംഭവിച്ചതെന്നൊക്കെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അല്ല സ്റ്റേഷനിൽ കൊണ്ടേ പരാതി കൊടുത്തില്ലേന്ന് ചോദിക്കണം. പരാതി കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞ എന്താണെന്നറിയാവോ, വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഒരു ആത്മഹത്യാ ശ്രമമാണെന്ന് പറഞ്ഞാൽ മതിയെന്ന്. കാരണം മോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്ന്, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ് പോയതിൻ്റെ പേരിൽ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് സഹിച്ചില്ല. കാരണം ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. വിക്രത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. പിന്നീട് വിക്രം എന്ത് ചെയ്യണം, ആ പെൺകുട്ടിയെ കിടത്തിയിരിക്കുന്നിടത്ത് അങ്ങ് ചെല്ലുവാണ്. ചെന്ന് ഒരു നിമിഷം ഒന്നേ നോക്കിയോളൂ വിക്രം. പിന്നീട് വിക്രത്തിന് നോക്കാൻ പറ്റില്ല, മുഖമൊക്കെ ഇങ്ങനെ പുള്ളി എന്തോ വികൃതമായ മട്ടില്ല ഒരു ഇതായിരുന്നു. ആ രൂപത്തിലേക്ക് അധിക സമയം വിക്രത്തിന് നോക്കാനും കഴിഞ്ഞില്ല. വിക്രം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. വിക്രത്തിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം വരുന്നത്. ഈ സമയത്ത് വേദ എന്ത് ചെയ്യുവാണ്, അച്ഛമ്മയും കൂട്ടി നേരെ ക്ഷേത്രത്തിലേക്ക് പോയി. പിന്നീട് അവിടെ പോയി വിളക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ വിളക്കെടുത്ത് പ്രാർത്ഥനയോട് കൂടിയിട്ട് ശ്രീകോളിൻ്റെ മുന്നിലേക്ക് അങ്ങോട്ട് വരുവാണ്. ആ സമയം അച്ഛൻ പറഞ്ഞു, മോള് പ്രാർത്ഥിച്ചിട്ട് ആ വിളക്ക് അവിടെ വെച്ചോളാൻ പറയാണ്. അങ്ങനെ വേദ മനോയി പ്രാർത്ഥിച്ചു വിക്രത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ നിലവിളക്ക് അവിടെ വെക്കുവാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞ് ഒരു ഇച്ചിരി സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേനും ആ നിലവിളക്കിൻ്റെ തിരികളെല്ലാം കെട്ടുപോകണം. ഒരു നിമിഷം വേദയ്ക്ക് സങ്കടമായിപ്പോയി. വേദ അച്ഛമ്മയെ നോക്കുവാണ്. അച്ഛമ്മയ്ക്കും എന്ത് വേണം നടത്തില്ല. അച്ഛമ്മ അവിടെ ഇരുന്ന് മനോരുകി പ്രാർത്ഥിക്കുക. അച്ഛമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി, എന്തോ ആപത്ത് വരാൻ പോകുന്നു, അതിൻ്റെ ലക്ഷണമാണ് ഈ കണ്ടേന്നുള്ള കാര്യം രണ്ടുപേർക്ക് മനസ്സിലാവുകയാണ്. ആ സമയം പിന്നീട് വിക്രം ബാലൻ സാറിനെ കൊണ്ട് നേരെ വരുന്ന ശ്രീനിവാസന്റെ അടുത്തേക്കാണ്. അങ്ങനെ ശ്രീനിവാസന്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നീട് ശ്രീനിവാസൻ ചോദിച്ചു, ഒന്നും അല്ലെങ്കിലും സാറൊരു പോലീസുകാരനല്ലേ, പോലീസുകാരനായിട്ട് സാറിങ്ങനെ പതറി നിന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ? സ്വന്തം മോളെ കുറച്ച് അവന്മാർ കയറി പിച്ച് ചെയ്തിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചിട്ട് സാർ എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കും. പരാതി കൊടുത്തില്ലെന്ന് ചോദിക്കാം. പരാതി കൊടുക്കാൻ ചെന്നപ്പോഴത്തെ അനുഭവം ഞാൻ വിക്രത്തിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസന് സഹിച്ചില്ല. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയണം. അല്ല ആരാ ഇത് ചെയ്തേ എന്താന്നൊക്കെ ചോദിച്ചു കഴിയും. പറഞ്ഞു, ആ MLA വാസവന്റെ മോനും കൂട്ടനും ചേർന്നിട്ടാന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പുളിക്കൻ വന്നു. പുളിക്കൻ വന്നിട്ട് അതെ ശ്രീനിവാസ് സാറേ, വാസവന്റെ മോൻ മാത്രമല്ല ഉണ്ടായിരുന്നേ, ഗുണ്ടാഭിലാഷം ഉണ്ടായിരുന്നു പറയണം. ശ്രീനിവാസന്റെ ദേഷ്യവും കൂടെ ഇരട്ടിച്ചു. ശ്രീനിവാസൻ ചാടി എഴുന്നേറ്റിട്ട് വിക്രത്തിനോട് പറഞ്ഞു, വിക്രം ഒന്നും ഞാൻ വെറുതെ വിടില്ലെന്ന് പറയണം. അവനെ ഉണ്ടല്ലോ, അവൻ വേദന എന്താന്ന് ഇനി അറിയണം. സാറിന്റെ
മോളെ അനുഭവിച്ച വേദനയുണ്ടല്ലോ അത് അവനും അറിയണമെന്ന് പറയണം. അവനെ ഇഞ്ചിഞ്ചായിട്ട് അങ്ങോട്ട് തീർക്കണമെന്ന് പറയണം. ഒരു പെണ്ണിന്റെ നേർക്കിനി അവൻ കൈപൊക്കരുത്. ഒരു പെണ്ണിനെ അവനിങ്ങനെ പിച്ചി ചീന്തല്ലെന്ന് ശ്രീനിവാസൻ പറയണം വിക്രത്തോട്. കാര്യങ്ങൾ മനസ്സിലായല്ലോ വിക്രം എന്ന് ചോദിക്കണം. എനിക്ക് മനസ്സിലായെന്ന് പറയാം. ഇതിന്റെ പേരിൽ എന്തുണ്ടായാലും നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം അവന്റെ കാര്യം അങ്ങ് തീർക്കാൻ പറയണം. ഇവരെ പോലെയുള്ള നരാധമന്മാർ ഒരു കാരണവശാലും ഭൂമി ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. ഇനി ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഗതി ഉണ്ടാകാൻ പാടില്ലെന്ന് പറയണം. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു ശ്രീനിവാസന്. വിക്രത്തിനാണ് ആ പെൺകുട്ടിയുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. ആ പൊള്ളിയിരുന്ന ആ ഒരു വേദന സഹിച്ച ആ പെൺകുട്ടിയുടെ മുഖം എല്ലാം കൂടെ ആയപ്പോഴത്തേനും വിക്രത്തിനും ആപ്പാട് ഭ്രാന്തായിപ്പോയി. പിന്നീട് വിക്രം അങ്ങനെ അവനെ പിടികൂടാനായിട്ട് അങ്ങോട്ട് പോകണം. പോകുന്ന വഴിക്കെല്ലാം വിക്രത്തിന് മനസ്സിൽ ശ്രീനിവാസ് സാറ് പറഞ്ഞ കാര്യങ്ങളും ആ പെൺകുട്ടിയുടെ മുഖമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നേരെ ചെല്ലുന്ന എം എൽ എയുടെ വീട്ടിലേക്കാണ്. എം എൽ എയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒന്നും അവനെ കാണാനായിട്ട് പറ്റില്ല. പിന്നീടാണ് വിക്രം അതിനെക്കുറിച്ച് അറിവ് കിട്ടിയത് അവൻ എവിടെയുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വരുണാന്ന് വന്ന് കതക് തുറക്കുന്നത്. കതക് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഒറ്റ ചവിട്ടായിരുന്നു അവനെ. ഒരു നിമിഷം വരുൺ അങ്ങോട്ട് പിന്നോട്ട് മറിഞ്ഞു വീണു. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അഭിലാഷും ഗുണ്ടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വിക്രം അവനെ അവിടെ ഇട്ട് പഞ്ഞിക്കിടുകയാണ്. വരുണിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനു മുമ്പ് തന്നെ അവനെ അവിടെ ഇട്ട് ശരിയാക്കി. ഈ സമയത്ത് ഗുണ്ടാഭിലാഷും ബാക്കി ഗുണ്ടകളും വന്നിട്ട് അടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്മാർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അവസാനം അവന്മാർ കഥ തുറന്ന് പുറത്തിയാടി പോവാ. വിക്രം കയറിയ ഉടനെ കഥ അടച്ചിട്ടുണ്ടായിരുന്നു ഇവന്മാർ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. കഥ തുറന്ന് പുറത്തേക്ക് പോയ സമയത്ത് വരുണും എന്ത് ചെയ്യുകയാണ്, അവിടെ നിന്ന് ഓടി പുറത്തേക്ക് പോവാ. പക്ഷെ വിക്രം വിട്ടില്ല. വിക്രം ആ പുറകെ പോയി. ആ പുറകെ പോയിട്ട് ഓടിച്ച് പിടിക്കുകയാണ്. വരുണിനെ ഓടിച്ചിട്ട് പിടിക്കണം. 1-2 പല സ്ഥലത്ത് വെച്ച് അവനെ പിടികൂടി അവനെ ഇടിച്ചു. പക്ഷെ എന്നാലും അവൻ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു. അവസാനം ഒരു സിറ്റിയിലേക്ക് അടുത്തെത്തിയിട്ട് അവിടെ ഇട്ട് അവനെ പിടികൂടിയിട്ട് അവനെ ആ റോഡിന്റെ സൈഡിൽ ഇട്ട് തന്നെ ഇടിക്കുവാണ്. ഇടിച്ച് പഞ്ഞിക്കിട്ടു. അവസാനം അവിടെ കിടന്നൊരു കമ്പി വീട് എടുത്ത് അവൻ്റെ കാലൊക്കെ തല്ലി ഓടിക്കുന്നുണ്ട്. കാലൊക്കെ തല്ലി ഓടിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതിലൂടെ വേദൊരു ഓട്ടോറിക്ഷ വരുന്നത്. വേദ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നു. പതുക്കെ അങ്ങ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഒരു ചെറുപ്പക്കാരനിട്ട് തല്ലുന്ന കാഴ്ച കണ്ടേ. വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വേദയ്ക്ക് വിക്രത്തിനെ വിളിക്കണമെന്നുണ്ട്. ശബ്ദം പോലും പുറത്തേക്ക് വരാത്തൊരവസ്ഥയായിപ്പോയി. ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് വിക്രം എന്ത് ചെയ്തു, അവിടെ കിടന്നൊരു കല്ലുണ്ടായിരുന്നു. വലിയൊരു കല്ലിങ്ങെടുത്തോണ്ട് വന്നിട്ട് അവനിട്ട് ഇടിക്കുവാണ്. അപ്പോഴത്തേനും വേദയും കൂടെ മുഖം തിരിച്ചുപോയി. കാരണം നോക്കാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് ഭയാനകമായിരുന്നു. വിക്രത്തിന്റെ മനസ്സിൽ ആ പെൺകുട്ടിയുടെ രൂപം മാത്രം ആ സമയം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവനെ ഇടിച്ചൊരു പരിവാക്കിയിട്ടിട്ടാണ് വിക്രം അവിടെ നിന്നും കൂടെ എഴുന്നേറ്റ് പോകുന്നത്. വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നീട് വേദ എന്ത് ചെയ്യണം, നേരെ വീട്ടിലേക്ക് വരുവാണ്. ഓട്ടോറിക്ഷ വന്നിറങ്ങി വീട്ടിലേക്ക് വന്ന് ആ സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ്. എത്ര സമയം അങ്ങനെ ഇരുന്നെന്ന് അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും കമല അങ്ങോട്ടേക്ക് വന്നിട്ട്, ആഹാ മോളിത് എപ്പോഴാ വന്നേ, ഇതെന്ത് പറ്റി? മോളുടെ മുഖമൊക്കെ ആകെപ്പാടെ വല്ലായിരിക്കുന്നല്ലോ, ആകെപ്പാടെ വേർത്ത് കുളിച്ചിട്ടുണ്ടല്ലോ. എന്താ മോളെ, എന്തേലും പ്രശ്നമുണ്ടോ? എന്തേലും പ്രശ്നമുണ്ടോ പറ, എന്തേലും ബുദ്ധിമുട്ടുണ്ടോ പറയാണ്. പക്ഷെ വേദ പുറത്ത് താൻ എങ്ങനെ പറയാനായിട്ടാ? വിക്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്മയുടെ മനസ്സ് വേദനിക്കില്ലേ? അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്നും പറയണ്ടെന്ന് കരുതിയിട്ട് വേദയൊന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.